ഹേയോ വെൽക്കം ടു ബുക്ക് ഹൗൾസ്. ഞാനൊരു കൊട്ടേഷൻ പറയാം. ദ സ്ട്രോങ്ങസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഈസ് ഹി ഹൂ സ്റ്റാൻഡ്സ് മോസ്റ്റ് എലോൺ. കൊള്ളാമല്ലേ, നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ? ഓക്കെ, ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്നറിയോ? നമ്മുടെ ഹെൻറിക് ഇബ്സൺ ആണ്. ആരാണ് ഹെൻറിക് ഇബ്സൺ? കേട്ടിട്ടുണ്ടോ ആ പേര്? അദ്ദേഹം ഒരു നോർവീജിയൻ പ്ലെറൈറ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്ലേസ് പ്രീമിയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹെൻറിക് ഇബ്സൻ്റെയാണ്. സോ മനസ്സിലായല്ലോ എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഹെൻറിക് ഇബ്സൺ നോർവീജിയൻ പ്ലെറൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇദ്ദേഹം നമ്മുടെ തിയേറ്ററിലേക്ക് മോഡേണിസം ആൻഡ് ഓൾസോ റിയലിസം, ഇദ്ദേഹത്തിന് റിയലിസ്റ്റ് തിയേറ്ററിൻ്റെ ഫാദർ എന്നാണ് അറിയപ്പെടുന്നത്. മോഡേണിസവും റിയലിസവും ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഹെൻറിക് ഇബ്സൺ. അപ്പോൾ നമുക്ക് എന്താണ് റിയലിസം ഇൻ തിയേറ്റർ എന്ന് നോക്കാം. അതായത് 19ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഒരു പുതിയ, അതായത് നമ്മുടെ ട്വിൻ സെറ്റിലേക്ക് എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്കും ഒരു പുതിയ ഉദയം തിയേറ്ററിലേക്ക് വന്നു. അതായത് പുതിയ ഡ്രാമാറ്റിക് ആൻഡ് ഓൾസോ തിയേറ്ററിക്കൽ കൺവെൻഷൻസ് വിത്ത് ദ എയിം ഓഫ് ബ്രിങ്ങിങ് എ ഗ്രേറ്റർ ഫിഡിലിറ്റി ഓഫ് റിയൽ ലൈഫ് ടെക്സ്റ്റ് ആൻഡ് പെർഫോമൻസ്. അതായത് ഇപ്പം നമ്മുടെ സിനിമകളിലാണെങ്കിൽ റിയൽ ലൈഫ് ഇൻസിഡൻസും അതുപോലെ തന്നെ നമ്മൾക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ അല്ലേ ഇപ്പോഴത്തെ നമ്മുടെ മലയാളം സിനിമകളിൽ കാണാം. ഇപ്പോഴത്തെ അല്ല, കുറച്ച് മുന്നേയും റിയലിസ്റ്റിക് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. മലയാളം സിനിമയുടെ മാത്രം പ്രത്യേകതയാണല്ലോ റിയലിസ്റ്റിക് ഫിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ആയപ്പോഴത്തേക്കും നമ്മുടെ തിയേറ്ററിലേക്ക് പുതിയ ഈ ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് തിയേറ്ററിക്കൽ കൺവെൻഷൻസ് ഒക്കെ മാറ്റി ഒരു പുതിയ രീതി കൊണ്ടുവന്നു. അതാണ് റിയലിസം എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റിലാണെങ്കിലും, ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ആ ഒരു ഫോമിലാണെങ്കിലും, അതുപോലെ കോസ്റ്റ്യൂമിലാണെങ്കിലും, സൗണ്ടിലാണെങ്കിലും, ലൈറ്റിങ്ങിനാണെങ്കിലും, പെർഫോമൻസ് സ്റ്റൈലിലാണെങ്കിലും, അല്ലെങ്കിൽ നാരറ്റീവ് സ്ട്രക്ചറിലാണെങ്കിലും ഒക്കെ ഈ ഒരു റിയലിസം കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ, സൺഡേ ഹോളിഡേ സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ, ആ കുട്ടി ഭയങ്കര പാവപ്പെട്ട, മീൻസ് ആ ഒരു രീതിയിലുള്ളൊരു കുട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആകെപ്പാടെ ആ കൊച്ച് 2-3 കോസ്റ്റ്യൂം മാത്രമേ ഇടുന്നുള്ളൂ എന്ന് തോന്നുന്നു. അതിന് കാരണം നമ്മളെ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കുകയാണ് അതൊരു പാവപ്പെട്ട തന്നെയാണ്. പക്ഷേ ചില സിനിമകളാണെങ്കിലോ വളരെ പാവപ്പെട്ട ദാരിദ്ര്യം നിറഞ്ഞൊരു കുട്ടിയായിരിക്കും, പക്ഷേ പല പല ഡ്രസ്സസ് ആയിരിക്കും. അതാണ് റിയലിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടെ വിശ്വസനീയമായ രീതിയിലായിരിക്കും സംഭവങ്ങളെ അവതരിപ്പിച്ചു വരുന്നത്. ദേ ഇൻക്ലൂഡ് റിക്രിയേറ്റിംഗ് ഓൺ സ്റ്റേജ് എ ഫാസ്മൈൽ ഓഫ് റിയൽ ലൈഫ് എക്സെപ്റ്റ് missing a fourth wall. Characters speak in naturalistic, authentic dialogue without words or poetic styles, and acting is meant to emulate human behavior in real life. അതായത് റിയൽ ലൈഫിൽ എങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അതിനകത്തും. ഈ റിയലിസം എന്നൊക്കെ പറയുന്നതിന് ഇത്രയും ഡീപ്പായിട്ട് പറയുന്നത് എക്സാമിന് എഴുതി വെക്കാം കേട്ടോ. എസ് എ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വർക്ക് ഹെഡ ഗാബ്ലർ എസ് എ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇബ്സനെ പറ്റി എഴുതാം. അതുപോലെ തന്നെ റിയലിസം, ഈ ഒരു വർക്കിൽ നമുക്ക് റിയലിസ്റ്റ് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് റിയലിസത്തെ പറ്റി പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്കിനി ഹെൻറിക് ഇബ്സനെ പറ്റി പറയാം. ഇദ്ദേഹം റിയലിസ്റ്റിന്റെ ഫാദർ ആയിരുന്നു. മോഡേണിസം മൂവ്മെന്റിന്റെ പയനിയർ ആണ്. ഇദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ഏതൊക്കെയാണെന്നറിയോ? ബ്രാഞ്ച് ഉണ്ട്, ആൻഡ് എനിമി ഓഫ് ദ പീപ്പിൾ ഉണ്ട്, അതുപോലെ എ ഡോൾസ് ഹൗസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെഡ ഗാബ്ലറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ക്രിട്ടിക്കലി കമ്പയർ ചെയ്യാം ഡോൾസ് ഹൗസിനുമായിട്ട്. അതിനകത്തൊരു നോറ എന്ന് പറഞ്ഞൊരു നോറ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അതാണ് നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു വർക്ക് എന്ന് വെച്ചാൽ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതിയൊരു വർക്കാണ്. അടിപൊളി വർക്കാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തേക്കാം, ഒന്ന് കേട്ട് നോക്കണേ. നമുക്ക് ഈ ഒരു വർക്കുമായിട്ട് കമ്പയർ ഒക്കെ ചെയ്ത് എഴുതാൻ പറ്റും. 2 ഫീമെയിൽ ക്യാരക്ടർ ആൻഡ് അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്വഭാവത്തെ പറ്റി എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്ത് എഴുതുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് എക്സാംസിനൊക്കെ. അതായത് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികളല്ലേ, അപ്പോൾ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ അപ്രിസിയേഷൻസ് ഒക്കെ ഒരുപാട് എഴുതി വെക്കണം. നമ്മളല്ലാതെ കാണാതെ പഠിച്ചു അതുപോലെ മാത്രം എഴുതി വെക്കരുത്. ഓക്കെ, ഡോൾസ് ഹൗസ് പറഞ്ഞു. പിന്നെ ഹെഡ ഗാബ്ലർ, പിന്നെ ഗോസ്റ്റ്, അതും ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. പിന്നെ ദ മാസ്റ്റർ ബിൽഡർ, വെൻ വി ഡെഡ് അവേക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വർക്കിലേക്ക് പോവാം. The world premiere was staged on 31st January 1891. ഓക്കെ, ഈ ഒരു വർക്ക് 1891 പ്രീമിയർ ചെയ്യുന്നത്. ദ പ്ലേ ഹാസ് ബീൻ കനനൈസ്ഡ് ആസ് എ മാസ്റ്റർ പീസ് വിത്ത് ദ ജാൻറാസ് ഓഫ് ലിറ്റററി റിയലിസം, 19th century theatre and world drama. Ibsen mainly wrote realistic plays until his forays into modern drama. Hedda Gabler dramatizes the experience of the title character Hedda, the daughter of a general who is trapped in a marriage and a house that she does not want. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഹെഡ ഗാബ്ലറിനെ ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫീമെയിൽ വേരിയേഷൻ ഓഫ് ഹാംലെറ്റ്. നമ്മുടെ ഹാംലെറ്റിൻ്റെ ഫീമെയിൽ വേരിയേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ആരാണ് ക്യാരക്ടർ എന്ന് മനസ്സിലായാലും, പ്രധാനപ്പെട്ട ക്യാരക്ടർ മനസ്സിലായാലും നമ്മുടെ ഹെഡ ഗാബ്ലർ തന്നെയാണ്. ഇനി നമ്മുടെ ക്യാരക്ടർ ലിസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, ഹെഡ ഗാബ്ലർ.
ഒരു ന്യൂലി മാരീഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് ടെസ്മാൻ എന്നാണ്. ഹെഡ ഗാബ്ലർ ഒരു ഹൈലി അപ്പർ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ചിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവൾ ടെസ്മാനെ കല്യാണം കഴിച്ചു. പക്ഷേ അവൾ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ ജനറൽ ഗാബ്ലോ. ഷീ വാണ്ട്സ് ലക്ഷറി ബട്ട് ഹാസ് നോ ഫണ്ട്സ്. ടെസ്മാന് കയ്യിൽ അത്ര വലിയ പൈസയൊന്നുമില്ല, പക്ഷേ ഹീ ഈസ് വെൽ എഡ്യൂക്കേറ്റഡ്, നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ ടെസ്മാൻ. ഇനി നമുക്ക് ടെസ്മാൻ എന്ന് വെച്ചാൽ ഹെഡയുടെ ഹസ്ബൻഡാണ്. അതുപോലെ തന്നെ റിസർച്ചിലും ട്രാവൽസിലും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഈ ഹെഡ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും, ആൾക്കാരെ ഒത്തിരിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. അതിൻ്റെ ഒരു വിക്റ്റിമാണ് ടെസ്മാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയത്തില്ല അവൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെന്ന്. അതുപോലെ ഇദ്ദേഹത്തിന് ഒരു കോമ്പറ്റീച്ചറുണ്ട്, നമുക്ക് പിന്നെ പറയാം. ഇന്ന് ജൂലിയാന ടെസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ടെസ്മാൻ്റെ ലവിങ് ആയിട്ടുള്ള, അതുപോലെ കുട്ടിക്കാലം തൊട്ടേ വളർത്തി വന്നിരുന്ന ഒരു ആൻറ്റിയാണ്. ഓണ്ട് ജൂലി എന്നാണ് നമ്മുടെ പ്ലേയിൽ കാണുന്നത്. അതുപോലെ ഈ ജൂലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെഡയെയും, അതുപോലെ തന്നെ ടെസ്മാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഹെഡയ്ക്ക് അത്ര താല്പര്യമൊന്നുമില്ല. ടെസ്മാൻ്റെ ഒരു റിലേറ്റീവ്സിനെയും ഹെഡയ്ക്ക് ഇഷ്ടമല്ല. ഓക്കെയാണേ. ഇനി തിയ എൽസ്റ്റഡ് എന്ന് വെച്ചാൽ ഹെഡയുടെ ഒരു യങ്ങർ സ്കൂൾമേറ്റ് ആണ്. അതുപോലെ നമ്മുടെ ജോർജ് ടെസ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോമർ അക്വൈൻറ്റൻസ് ആണ്. പിന്നെ നെർവസ് ആണ്, ഷൈ ആണ്, അതുപോലെ അൺഹാപ്പി മാരേജ് ആണ്. ഹെൻറിക് ഇബ്സന്റെ ഏത് വർക്ക് എടുത്ത് നോക്കിയാലും നമുക്കൊരു അൺഹാപ്പി മാരേജ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലൈഫിനെയൊക്കെ കാണാൻ പറ്റും. ഡോൾസ് ഹൗസിലാണെങ്കിലും ഉണ്ട്, ഇതിനകത്തും ഉണ്ട്. സോ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ജഡ്ജ് ബ്രാക്ക് എന്ന് വെച്ചാൽ ഒരു ലോ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഓക്കെ, അവരുടെ ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് ദി ജഡ്ജ് ഹാസ് എ ലെസീവിയസ് പേഴ്സണാലിറ്റി. അതായത് എന്താ പറയുക, കുറച്ച് ആൾക്കാരെയൊക്കെ സുഖിപ്പിക്കുന്ന, വലവിശി പിടിക്കാൻ നടക്കുന്ന ആ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഹെഡയുടെ അടുത്തൊരു ചായവുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലവ് ബോർഗ് ജോർജിൻ്റെ ഒരു ഫോമർ കൊളീഗാണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് നമ്മുടെ ജോർജ് ടെസ്മൻ്റെ കോമ്പറ്റീച്ചർ എന്ന് പറയുന്നത്. കുറച്ച് ഭയങ്കര ജീനിയസ് ആണ്. ഇദ്ദേഹം ഒരു പബ്ലിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. അതുപോലെ ഒരിക്കൽ വൺസ് അപ്പോൺ എ ടൈം ഹെഡയായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പൈസയെല്ലാം നഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് കുടിയനായി. അങ്ങനെ സൊസൈറ്റിയിൽ അങ്ങയുടെ റെപ്യൂട്ടേഷനൊക്കെ നശിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബർത്ത എന്ന് വെച്ചാൽ ടെസ്മാൻസിൻ്റെ ഒരു സെർവൻ്റ് ആണ്. ഹെഡയെ എപ്പോഴും ഇങ്ങനെ സോപ്പിട്ട് പുറകെ നടക്കുന്ന ഒരു സെർവൻ്റ് ആണ് ബർത്ത എന്ന് പറയുന്നത്. ഇത്രയാണ് ക്യാരക്ടേഴ്സ്, മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്ലേയിലേക്ക് പോവാം. 4 ആക്ടുകളാണുള്ളത് കേട്ടോ. 4 ആക്ടുകളുണ്ട്. ഓരോ ആക്ടും ഡിസ്കസ് ചെയ്യാം. ഈ എൻജോയ് പ്ലേ നടക്കുന്നത് നമ്മുടെ ടെസ്മാന് ലിവിംഗ് റൂമിൽ വെച്ചിട്ടാണ്. ആൻഡ് ഇൻ എ സ്മോളർ റൂം ടു ഇറ്റ് സൈഡ്, അതിൻ്റെ സൈഡിലുള്ള ഒരു കൊച്ചു റൂമിൽ വെച്ചിട്ടാണ്. ഞാൻ പറയണേ സ്പാർക്ക് നോട്ട്സിൻ്റെ നോട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ടെസ്മാനും ഹെഡയും ന്യൂലി വെഡാണ്. അവർ 6 മാസത്തെ ഹണിമൂണിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ഹെഡ എന്ന് വെച്ചാൽ അരിസ്റ്റോക്രാറ്റിക് ആണ്. അതുപോലെ ഷീ ഈസ് വെരി ഹാർഡ് ടു പ്ലീസ്. ഈ ഒരു പ്ലേ ഉടനീളം ഇറ്റ്സ് ബിക്കം അപ്പാരൻറ്റ് ദാറ്റ് ഹെഡ ഈസ് പ്രഗ്നൻറ്റ്. നമ്മുടെ ആക്ട് ഫസ്റ്റിൽ ടെസ്മാൻ ആണെങ്കിൽ wakes to find his ജൂലി ആൻറ്റി ഹാസ് അറൈവ്ഡ് ഫോർ എ വിസിറ്റ്. അതായത് അവർ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നല്ലോ, അപ്പം ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ജൂലി ആൻറ്റിക്ക്. അപ്പോൾ ജൂലി ആൻറ്റി അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആണ്ടാണ് ടെസ്മാനെ ഇപ്പോഴും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം ടെസ്മാൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡയ്ക്ക് അത്ര താല്പര്യമില്ല. വെൻ ഹെഡ എൻജോയേഴ്സ്, however, she is rather rude to Aunt Julie. Tesman asks her to be kinder, but she clearly has little real interest in him either. അതായത് പറയും, ഒന്ന് ജൂലി ആൻറ്റിയോട് ഒന്ന് കുറച്ച് മയത്തിലൊക്കെ സംസാരിക്കുമെന്ന് ചോദിക്കും. ആക്ച്വലി ഇയാളോട് താല്പര്യം ഉണ്ടെങ്കിലല്ലേ ആൻറ്റിയോട് താല്പര്യം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഐഡിയ മനസ്സിലായല്ലോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുതിയ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, മിസ്സിസ് എൽസ്റ്റഡ് കേട്ടോ. മിസ്സിസ് എൽസ്റ്റഡ് അതായത് അവൾ വരുന്നത് എന്തിനാണെന്നറിയോ? ടെസ്മാൻ്റെ ഒരു പഴയ അക്കാദമിക് റൈവലുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ലവ്ബർഗ്. ഈ ഒരു ലവ്ബർഗ് തിരിച്ച് ടൗണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലവ്ബർഗ് എന്ന് വെച്ചാൽ അന്ന് അവർ ഇവിടെ നാട് വിട്ട് പോയത് ആൽക്കഹോളിക് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം നല്ല കുട്ടിയായിട്ട് തിരിച്ചു വന്നു, നല്ലവനായി ഉണ്ണിയായി. അങ്ങനെ ഹെഡ പിന്നെ പതുക്കെ ടെസ്മാനിൽ നിന്നും ലീവ് ചെയ്തു. എന്നിട്ട് മനസ്സിലാക്കി നമ്മുടെ എൽസ്റ്റഡിന് നല്ല പേടിയുണ്ട്. കാരണം ലവ്ബർഗ് പിന്നെയും ഇതുപോലെ കുടിയും വലിയൊക്കെ തുടങ്ങിയാലോ നല്ലൊരു പേടിയുണ്ട്. കാരണം ഈ ഒരു എൽസ്റ്റഡിൻ്റെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ, മീൻസ് ആ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ടാണ് ഈ ലവ്ബർഗിനെ മിസ്സിസ് എൽസ്റ്റഡും അവരുടെ ഭർത്താവും കൂടെ നിയമിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് നല്ല പേടിയുണ്ട്, പിന്നെയും ലവ്ബർഗ് പഴയ രീതിയിലൊക്കെ ആയാലോ എന്നൊരു പേടിയുണ്ട്. ഈ പേടി ആര് മനസ്സിലാക്കി? ഹെഡ മനസ്സിലാക്കി. ഓക്കെ, ഹെഡയുടെ
പഴയ ഒരു എക്സ് ആണ് നമ്മുടെ ലവ്ബർഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൽസ്റ്റഡിനും അത്ര താല്പര്യമില്ല, അവളുടെ ഫാമിലിയായിട്ട് അത്ര അവൾ സാറ്റിസ്ഫൈഡ് അല്ല. ഫാമിലി ഡൊമസ്റ്റിക് ലൈഫിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. ഇനി എന്താണ് ഹസ്ബൻഡിൻ്റെ താല്പര്യം ഇല്ലാതെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഹെഡ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ എൽസ്റ്റഡ് പോകുമ്പോഴത്തേക്കും ജഡ്ജ് ബ്രാക്ക് വരും. ജഡ്ജ് ബ്രാക്ക് നമ്മുടെ ടൗണിൽ നമ്മുടെ ഗോസിപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. കാരണം അപ്പോൾ നമ്മുടെ ഇയാൾ ബ്രാക്ക് വന്നിട്ട് പറയും നമ്മുടെ ലവ്ബർഗ് തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലവ്ബർഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ടെസ്മാൻ ഒരു പ്രൊഫസർഷിപ്പ് ഹിസ്റ്ററിയിൽ ഒരു പ്രൊഫസറായിട്ട് നിയമിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലവ്ബർഗ് വരുവാണെങ്കിൽ പണി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ടെസ്മാൻ ഒരു വർക്ക് എഴുതുന്നുണ്ട്. ആ ഒരു വർക്കിൻ്റെ പേരാണ് ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഓഫ് ബ്രാബൻസ് ഡ്യൂറിങ് ദ മിഡിൽ ഏജസ്. ഈ ഒരു വർക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഹണിമൂണിന് പോയപ്പോൾ പോലും ഹണിമൂണിന് പോയപ്പോൾ പോലും ഇദ്ദേഹം ഹണിമൂണിലായിരുന്നില്ല ഇൻട്രസ്റ്റഡ്, ഈ ഒരു ഇതിനെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ലവ്ബർഗ് വരാൻ പോവുകയാണ്. ആ ഒരു ഐഡിയ ഒക്കെ ബ്രാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെസ്മാന് ഇപ്പോഴും നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ലവ്ബർഗുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ഐഡിയ അറിയത്തില്ല കേട്ടോ. അങ്ങനെ ബ്രാക്ക് എന്ന് പറയും ഓക്കെ, ഇനി ലവ്ബർഗ് വരുവാണെങ്കിൽ ടെസ്മാൻ്റെ പണി തീരും എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ബ്രാക്ക് അങ്ങ് പോകും. ആൻഡ് ടെസ്മാൻ ടെൽസ് ഹെഡ ദാറ്റ് ദേ വിൽ ഹാവ് ടു കട്ട് ബാക്ക് ഓൺ ദെയർ എക്സ്പെൻസസ്. അപ്പോൾ ഇനിയും അവരുടെ എക്സ്പെൻസിൽ എന്തെങ്കിലും ഇവിടെ കട്ട് ബാക്ക് വരും എന്നൊക്കെ പറയാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് പ്ലേ തീരുവാണ്. ഇനി ഇൻ ആക്ട് 2 നമ്മുടെ ബ്രാക്ക് തിരിച്ചു വരുന്നുണ്ട്, ആ ഡേ തന്നെ തിരിച്ചു വരുന്നുണ്ട്. ഹി ഫൈൻസ് ഹെഡ പ്ലേയിങ് വിത്ത് ഹർ പിസ്റ്റൾസ് ഔട്ട് ഓഫ് ബോർഡം. അവർക്ക് ഭർത്താവിന് തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അവൾക്ക് ഒട്ടും താല്പര്യമില്ലാതെ കഴിച്ചാണ്. 30-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം ഇനിയും കല്യാണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു, അന്നത്തെ നൂറ്റാണ്ടിലാണ് കേട്ടോ, 1891 ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ കല്യാണം കഴിക്കുന്നത് തന്നെ, അല്ലാതെ ഒരു താല്പര്യം ഇല്ലാതെയാണ് ഇയാളെ കല്യാണം കഴിക്കുന്നത്. സോ നമ്മുടെ ബ്രാക്ക് ഒന്ന് നോക്കുമ്പോൾ അവളുടെ പിസ്റ്റൽസുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബ്രാക്ക് ഇങ്ങനെ അവളെ വളയ്ക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുന്നുണ്ട്. They talk privately for a while and agree that they should form a close personal bond. Hedda tells Brack how bored she was on her honeymoon and how she has no special feeling for the house Tesman has gone to great lengths to buy for her, under the false impression that she desperately wanted to live there. Soon, Tesman arrives and turns to the stag party that Bragg is throwing later that night. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ടെസ്മാൻ വന്നു. അങ്ങനെ കഥ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂൺ അപ്പോൾ ഓക്കെ, ടെസ്മാനൊക്കെ വന്നു, അത് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആര് വന്നു? നമ്മുടെ ലവ്ബർഗ് വന്നിട്ട് ഹെഡയായിട്ട് സംസാരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം ആരില്ല അവിടെ? ടെസ്മാനും ബ്രാക്കും ഇല്ല. അവർ അപ്പുറത്തുള്ള സ്മോൾ റൂം അവിടെ ഇരുന്ന് കള്ളുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലവ്ബർഗ് വന്നൊന്ന് മനസ്സിലാക്കി എൽസ്റ്റഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ മാനിപ്പുലേറ്റീവ് സ്വഭാവം കാണിക്കാൻ തുടങ്ങും. ലവ്ബർഗിനോടൊന്ന് പറയും, അതായത് ലവ്ബർഗിനോട് പറയും നീ കുടിക്കും എന്നൊക്കെ അവൾക്ക് ഭയങ്കര പേടിയാണ്. മേക്കിംഗ് ലവ്ബർഗ് തിങ്ക് ദാറ്റ് ദ അതർ വാസ് വറീഡ് ഹി വുഡ് ബിഗിൻ ഡ്രിങ്കിങ് എ കൈൻ. അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴത്തേക്കും ലവ്ബർഗ് പിന്നെയും തുടങ്ങും? പിന്നെയും ആ ഒരു ഡ്രിങ്കിങ് ഹാബിറ്റ് തുടങ്ങണം എന്ന് ആലോചിക്കും. അങ്ങനെ ടെസ്മാനോടും ബ്രാക്കിനോടും പോവും. Mrs. Elstead is very upset, but Lovborg promises to return in a few hours to escort her to home. ഓക്കെ, അപ്പോൾ ഇവരുടെ പാർട്ടിക്ക് പോയേക്കാണ്, ആരോട്? ടെസ്മാനോടും ബ്രാക്കിനോടും. പക്ഷേ നമ്മുടെ ഇവളുടെ ടെൻഷനും കണ്ടിട്ട് ആര് പറയും? ലവ്ബർഗ് പറയും ഞാൻ വരും, വന്നിട്ട് തന്നെ തിരിച്ച് വീട്ടിക്കൊണ്ടാക്കാം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ ആക്ട് 2 തീരും. ഇനി ആക്ട് 3 എന്ന് വെച്ചാൽ ജസ്റ്റ് ഡോൺ, അതായത് സൂര്യോദയത്തിന് തൊട്ട് മുന്നേ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മിസ്സസ് എൽസ്റ്റഡ് ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇനിയും ലവ്ബർഗ് വന്നിട്ടില്ല, അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹെഡയും ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. സൂൺ ഷി അവേക്സ് ആൻഡ് സെൻഡ്സ് മിസ് എൽസ്റ്റഡ് ഇൻ ടു ദ സ്ലീപ്പ് ഓൺ ഹർ ബെഡ്. അപ്പോൾ ടെസ്മാൻ വരും. ടെസ്മാൻ വന്നിട്ട് അയാളുടെ വൈഫിനോട് പറയും ദാറ്റ് ഹി ഹാസ് പൊസഷൻ ഓഫ് ലവ്ബർഗ്സ് ഫാബുലസ് മാനുസ്ക്രിപ്റ്റ് വിച്ച് ലവ്ബർഗ് ഡ്രോപ്ഡ് വൈൽ വാക്കിംഗ് ഹോം ഡ്രങ്ക്. അതായത് കള്ളു കുടിച്ച് ഇങ്ങനെ വെളിവില്ലാതെ പോകുമ്പോഴത്തേക്കും ഇദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെസ്മാൻ്റെ കോമ്പറ്റീറ്ററാണ് ലവ്ബർഗ് എന്ന് പറയുന്നത്. ടെസ്മാൻ ഒരു വർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലവ്ബർഗിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, അത് ഇയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ രണ്ടുപേരും ഈ ഒരു ഹിസ്റ്ററി പ്രൊഫസർഷിപ്പിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇതവർ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു മാഗസിനാണ് ഈ ഒരു സാധനം ലവ്ബർഗിൻ്റെ. അത് ടെസ്മാൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, പക്ഷേ ടെസ്മാൻ നല്ല മനുഷ്യനാണ് കേട്ടോ. ഇത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും ഇയാൾ മനസ്സിലാക്കും ഇയാളുടെ മറ്റൊരാണ്ടുണ്ട്, റൈന. ഈ ഒരു റൈന ആണ്ട് മരിക്കുകയാണ്. സോ എന്ത് ചെയ്യണം? അവിടേക്ക് പോകണം എന്ന് കരുതും. ബ്രാക്ക് അറൈവ്സ് ആൻഡ് ടെൽസ് ഹെഡ ദാറ്റ് ടെസ്മാൻ ലെഫ്റ്റ് ബിഫോർ ലവ്ബർഗ് ഗോട്ട് ഇൻ റിയൽ ട്രബിൾ, ദാറ്റ് ഇൻഡീഡ് ഹി ഹാസ് ബീൻ അറസ്റ്റഡ്. ബ്രാക്ക് ലീവ്സ് ആൻഡ് ലവ്ബർഗ് അറൈവ്സ്.
നമ്മുടെ ലൗബോർഗ് വന്നിട്ട് ആരോട് പറയും എന്നറിയോ? നമ്മുടെ മിസ്സസ് എൽസ്റ്റഡിനോട് പറയും, ഞാൻ മാനുസ്ക്രിപ്റ്റ് അങ്ങ് കത്തിച്ച് കളഞ്ഞു എന്ന് പറയും. ആക്ച്വലി ഇയാളുടെ കയ്യിൽ നിന്ന് മിസ്സിങ് ആയതാണ്, പക്ഷേ അയാളത് പറയത്തില്ല, കത്തിച്ച് കളഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഹെഡയോട് പോയി സത്യം പറയും, ഞാൻ ആ മാനുസ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് സ്വയം കൊല്ലണം എന്നുവെച്ചാൽ സ്വയം മരിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഈ നമ്മുടെ ഹെഡയുടെ കയ്യിൽ തന്നെ മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, ടെസ്റ്റ്മാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇയാളുടെ കയ്യിൽ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹെഡയ്ക്ക് അത് അപ്പോഴും കൊടുത്താൽ മതിയായിരുന്നു, കാരണം മാനുസ്ക്രിപ്റ്റ് പോയതുകൊണ്ട് എന്തുമാത്രം എന്താണ് ഡിസപ്പോയിൻറ്റഡ് ആണെന്ന് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അവൾ അപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ആരെ? ലോബോഗിനെ. ഹെഡ പറയും ഓക്കെ, ഹെഡ അയാളോട് പറയത്തില്ല അവളുടെ കയ്യിൽ മാനുസ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറയില്ല. അത് എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നറിയോ? ഷീ സിംപ്ലി ഗീവ്സ് ഹിം വൺ ഓഫ് എ പിസ്റ്റൾസ് ആൻഡ് ടെൽസ് ഹിം ടു ഹാവ് എ ബ്യൂട്ടിഫുൾ ഡെത്ത്. ഓക്കെ, എന്നിട്ട് പറയും ഓക്കെ, നീ മരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരാൾ മരിക്കാമെന്ന് എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുക, അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ? പക്ഷെ അവൾ പറയും നീ മരിക്കുന്നതല്ലാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പിസ്റ്റൽസ് എടുത്ത് കൊടുത്ത് പറയും പോയി സുഖമരണം ആശംസിക്കുന്നു എന്നൊക്കെ പറയും കേട്ടോ. ഹി ലീവ്സ് ആൻഡ് ഷീ ബേൺസ് ദ മാനുസ്ക്രിപ്റ്റ്. അപ്പോൾ അയാൾ പോയ ഉടനെ അവൾ ആ മാനുസ്ക്രിപ്റ്റ് കത്തിക്കും, റെഫറിങ് ടു ഇറ്റ് ആസ് ദ ചൈൽഡ് ഓഫ് ലൗബോഗ് ആൻഡ് മിസ്സിസ് എൽസ്റ്റഡ്. അതായത് മിസ്സിസ് എൽസ്റ്റഡും ലൗബോഗും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് കത്തിച്ചിട്ട് പറയും നിങ്ങളുടെ കുട്ടി ഇതാ മരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ്. അത് അത്രയ്ക്ക് എന്താണ് ഭയങ്കര കഷ്ടം തന്നല്ലേ നമ്മുടെ ഹെഡയുടെ കാര്യം, ദുഷ്ടത്തി. ഇനി ആക്ട് ഫോറിലാണ്. ആക്ട് ഫോറ് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഡാർക്ക്നെസ് അത് അവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആര് വരും? നമ്മുടെ ജൂലി വരും. എവരി വൺ ഈസ് വെയറിങ് ബ്ലാക്ക് ആസ് എ സൈൻ ഓഫ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഒരു കറുത്ത ഡ്രസ്സ് ഇട്ടേക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരോ മരിച്ചിട്ടുണ്ട്. ഇനി ലൗബർഗം കൊണ്ട് മരിച്ചോ? വി സൂൺ ലേൺ ത്രൂ എ ഡയലോഗ് ഹവർ ദാറ്റ്സ് ഓൺ റൈന ഹൂസ് ഡെത്ത് ദേ മോർ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോഴേ മനസ്സിലാവും ഓക്കെ ആൻ റൈന ഓൾറെഡി മരിക്കാറായെന്നും പറഞ്ഞാലേ പോയത്, സോ അവരാണെന്ന് മനസ്സിലാക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ജൂലി ആൻറ്റി പറയും ദാറ്റ് ഷീ മസ്റ്റ് ഫൈൻഡ് അനദർ ഇൻവാലിഡ് ടു ടേക്ക് കെയർ ഓഫ് നൗ. ഷീ ലീവ്സ്. ഓക്കെ, എന്നിട്ട് അവളങ്ങ് പോവും. അപ്പോഴത്തേക്ക് നമ്മുടെ മിസ്സസ് എൽസ്റ്റഡ് വരും. എന്നിട്ട് പറയും നമ്മുടെ ആരാണ് ലൗബർഗ് ഹോസ്പിറ്റലാണെന്ന് പറയും കേട്ടോ. ബ്രാക്ക് അറൈവ്സ് ആൻഡ് കൺഫേം ദാറ്റ് ദീസ് ബട്ട് റിപ്പോർട്ട്സ് ടു ദ കമ്പനി ദാറ്റ് ലൗബർഗ് ഇൻ ഫാക്ട് ഓൾറെഡി ഡെഡ്. അപ്പം ഹോസ്പിറ്റലല്ല, ഓൾറെഡി മരിച്ചു എന്ന് പറയും കേട്ടോ. അതായത് സ്വയം ചെസ്റ്റിൽ വൂണ്ട് ചെയ്തു, ഷൂട്ട് ചെയ്ത് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും Testman and Mrs. Elstead immediately sit down to try to reconstruct his manuscript in honor of his death. അതായത് അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഇദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മാനുസ്ക്രിപ്റ്റ് അല്ലേ, അപ്പോൾ അതൊന്നും കൂടെ റീകൺസ്ട്രക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇരിക്കാൻ തുടങ്ങും. അതായത് എൽസ്റ്റഡിൻ്റെ കയ്യിൽ കുറേ നോട്ട്സ് ഉണ്ട്, കുറേ ബാക്കി ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് പുതിയൊരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കും കേട്ടോ. In private, Bragg tells Hedda that it was actually an ugly death, that the pistol went off accidentally and that scandal might ensue for Hedda. Hedda leaves the room and after playing the piano for some moments shoots herself. അതായത് ബ്രാക്കിന് മനസ്സിലായി ആര് കൊടുത്ത നമ്മുടെ ഹെഡ കൊടുത്ത പിസ്റ്റളിൽ വെച്ചിട്ടാണ് ഇയാൾ മരിച്ചേക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ വന്ന് അവളോട് പറയും. അപ്പോൾ ഹെഡയാണെങ്കിൽ ട്രാജഡിയാണ് കേട്ടോ. ഹെഡ റൂമിലേക്ക് പോയി പിയാനോ പ്ലേ ചെയ്തിട്ട് അവളും സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുകയാണ്. നമ്മുടെ ഹെഡ എന്ന് വെച്ചാൽ അവളായിരുന്നു ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും മാനിപ്പുലേറ്റ് ചെയ്തതും. എല്ലാവരുടെ ലൈഫിലും ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അവൾക്ക്. അതായത് ബ്രാക്ക് ഇവളെ ഇതുപോലെ വല വീശാൻ വേണ്ടി നടക്കുന്നുണ്ട്, ലൗബോഗിന് ഇതുണ്ട്, സ്വാധീനമുണ്ട്, അതുപോലെ ഡെസ്മൻ്റെ ലൈഫിൽ സ്വാധീനമുണ്ട്, എൽസൻ്റെ ലൈഫിൽ സ്വാധീനമുണ്ട്. അപ്പോൾ അവളുടെ മരണത്തോടു കൂടി ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും അവൾ കംപ്ലീറ്റ്ലി നശിപ്പിക്കുകയാണ്, നമ്മുടെ ഹാംലെറ്റിനെ പോലെ. ഓക്കെ, ഹാംലെറ്റുമായിട്ട് എങ്ങനെയാണ് ഹെഡയെ കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെഡയും ഹാംലെറ്റും അവർ ക്രിയേറ്റ് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആയി പോയ രണ്ടാൾക്കാരാണ്. സ്വന്തം ലൈഫ് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും അറ്റ് ദ എൻഡ് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നമ്മുടെ ഹെഡ ഗാബ്ലറിനെ ലേഡി ഹാംലെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ നോവലല്ല പ്ലേയുടെ സമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ തീംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമുക്ക് മാനിപ്പുലേഷൻ തന്നെ പറയാം. കാരണം ഹെഡ അവളാണ് ഈ ഒരു പ്ലേയിലെ എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അവൾ ഭയങ്കര ഒരു കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റ് വിമൻ ആണ് കേട്ടോ. അവളുടെ ടൈമിൽ ഉണ്ടായിരുന്ന കാട്ടിയും ഒരു മാനിപ്പുലേറ്റർ ആണ്. In this play, her ability to influence others has a lot to do with the sexuality and good looks. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്തായിരിക്കും? വിമൻ ആൻഡ് ഫെമിനിറ്റി. ഇബ്സൻ്റെ എല്ലാ വർക്ക്സിലും നമുക്കത് കാണാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഡോൾസ് ഹൗസ് നല്ലപോലെ കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. ഹെഡ ഗാബ്ലർ ടേക്ക് പ്ലേസ് ഇൻ ദ നോർവേ ഇൻ ദ ലേറ്റ് 880s. Women are restricted by Victorian values and prevented from having any real lives of their own. As such, they exist only in relationship to men. അതായത് നമ്മൾ ഈ ഒരു വർക്കിൽ തന്നെ പറയുന്നുണ്ട്, അവൾക്ക് ഒട്ടും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, പക്ഷേ അവൾ സൊസൈറ്റൽ പ്രഷേഴ്സ് കാരണം മാത്രമാണ് കല്യാണം കഴിക്കുന്നത്. സോ ആ ഒരു ഫാമിലി സെറ്റപ്പിൽ അവൾ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല, പക്ഷേ ആ ഒരു സൊസൈറ്റിയിൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ.
എബ്സന്റെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് സൊസൈറ്റിക്ക് ആ സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും അതിനകത്തുള്ളത്. ഡോൾസ് ഹൗസിലാണെങ്കിൽ നോറ ഹെൽമാൻ എന്നൊരു ക്യാരക്ടർ, അവൾ ആ ഫാമിലി അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അത്രയ്ക്ക് കറജസ് ആയിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെയും ഹെഡ അങ്ങനെ തന്നെയാണ്. ആ സൊസൈറ്റിക്ക് ഫിറ്റ് ആവാത്ത ടൈപ്പ് ഓഫ് വിമൻ ആണ് നമ്മുടെ ഹെഡ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ട്രാജഡിയാണ്, അതെഴുതാൻ പറ്റുമല്ലോ. അതുപോലെ പവർ ആൻഡ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതായത് ഈ ഹെഡ ഗാബ്ലറിലെ എല്ലാ ക്യാരക്ടറിനും എനി കൈൻഡ് ഓഫ് പവർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു. അതുപോലെ പേട്രിയാർക്കി കാണാൻ പറ്റും. അതായത് നമ്മുടെ ടെസ്മാൻ അവൾക്ക് വേണ്ടി ഒരു വീട് പണിയുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഹെഡയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഷി ഹാസ് ടു ലിവ് ദെയർ. അത് മനസ്സിലായല്ലോ. പിന്നെ മാരേജ് കാണാം, ലവ് കാണാം, സെക്ഷുവാലിറ്റി കാണാം, ജലസി കാണാം, പിന്നെ ബ്യൂട്ടി കാണാം. ഹെഡ അത്രയ്ക്ക് സുന്ദരിയാണ്. സോ അതിനകത്തുള്ള എല്ലാ മെയിൽ ക്യാരക്ടേഴ്സിനും ഹെഡയോടൊരു ഇൻഫാക്ച്വേഷൻ ഉണ്ട്. ഈവൻ ബ്രാക്ക് ഉണ്ടല്ലോ, ബ്രാക്ക് വരെ അവളെ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, അവളുടെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ബ്യൂട്ടിയും ഒരു എന്താണ് ഫാക്റ്റാണ്. The problem of Hedda Gabler illuminates the universal problem of women in a society built by men. Like Mrs. Elstead and Nora Helmer. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോറയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ഇവൾ സൂയിസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൾക്ക് ലൈഫ് ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ അവൾ ഹസ്ബൻഡിനെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ അതുകൊണ്ടാണ് അവൾ അറ്റ് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആൾക്കാരെ. അപ്പോൾ അവൾ അത്രയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. സോ നമുക്ക് വേണമെങ്കിൽ നോറയെ പോലെ, റോൾസ് ഹൗസിലെ നോറയെ പോലെ അവൾക്ക് ഇതിൽ നിന്നും എസ്കേപ്പ് ചെയ്യായിരുന്നു, ഡിവോഴ്സ് ചെയ്യായിരുന്നു. പക്ഷേ ആ സൊസൈറ്റി അവൾ സമ്മതിക്കുന്നില്ല. സോ അവൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്നു. സോ നമുക്കിവിടെ ജെൻഡർ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതുപോലെ ഇവൾക്ക് ഒത്തിരി ഡിസയേഴ്സ് ഉണ്ട്. അവൾ അരിസ്റ്റോക്രാറ്റിക് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ അവൾക്ക് നന്നായിട്ട് ലൈഫ് ലീഡ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഡിസയേഴ്സ് ഉണ്ട്. പക്ഷേ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സോ അവളുടെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹെഡ ഗാബ്ലറിനെ മോഡേൺ മിഡിയ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. എക്സ്പ്രസിങ് ഹർ ഫ്രസ്ട്രേഷൻ ഡിസ്ട്രക്റ്റീവ് അറ്റംപ്റ്റ്സ് അറ്റ് സെൽഫ് റിയലൈസേഷൻ. അതായത് സ്വയം തിരിച്ചറിവായപ്പോഴത്തേക്കും അവൾ സ്വയം ഡിസ്ട്രക്റ്റ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ. Not having any positive influence in the world, Hedda Gabler can only define herself negatively. നമുക്ക് പ്രൊട്ടാഗണിസ്റ്റ് ആണെങ്കിൽ പോലും അവളൊരു കോൾഡ് ഹാർട്ടഡ് ആയിരുന്നു. അതായത് അവളുടെ എക്സിനെ അവൾ കാണും കൊല്ലപ്പെട്ടോ, അതുപോലെ അവൾ ഹസ്ബൻഡിനെ അവൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, സോ അല്ലെങ്കിൽ ആൻറ്റി എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിൽ പോലും അവളുടെ ഭാഗം വെച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് ഷെയ്ഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവൾക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒന്നും ഈ ഒരു പ്ലേയിലൂടെ ഹെഡയ്ക്ക് ആർക്കും കൊടുക്കാനില്ല. By depicting the pathology of a frustrated woman in Hedda Gabler, Ibsen declares his most powerful protest against the double standard society. അതായത് ഹെഡ ഗാബ്ലറിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിയലിസം ആണ് ഹെൻറിക് ഇബ്സന്റെ വർക്ക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൊസൈറ്റിയിലെ ആ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്നെസ്സിനെയാണ് ഇദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.